വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളുടെ വീട്ടില് വിരിഞ്ഞ ഒരു അപൂർവ പുഷ്പത്തിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് അപൂർവം. നിശാഗന്ധി, അതിനെ ഇംഗ്ലീഷില് ക്വീൻ ഓഫ് നൈറ്റ് എന്നും പ്രിൻസസ് ഓഫ് നൈറ്റ് എന്നൊക്കെ പറയും. നിശ എന്ന് പറയുമ്പോൾ രാത്രി, ഗന്ധി എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധം. അപ്പൊ രാത്രി വിരിയുന്ന വളരെ സുഗന്ധമുള്ള ഒരു പൂവ്, വളരെ വലിയ ഒരു വെളുത്ത പൂവ്, അതാണ് നമ്മൾ ഈ കാണുന്നത്. അർദ്ധരാത്രി വിരിയും. ഈ പൂവ് വിരിഞ്ഞത് ഏതാണ്ട് ഒരു രാത്രി ഒരു 10:30 ആയപ്പോഴാണ് ഫുള്ളായിട്ട് വിരിഞ്ഞത്. രാവിലെ ഒരു 5:30 ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങുമ്പോഴേക്കും അത് കൂമ്പിപ്പോയി കഴിഞ്ഞു. അപ്പൊ ഇത് കാണുമ്പോ എനിക്ക് കുമാരനാശാന്റെ വീണ പൂവാണെന്ന് ഓർമ്മ വരുന്നത്. ആ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ, ശ്രീഭൂവിലസ്ഥിരം അസംശയമെന്നു നിന്റെ ആഭൂതി എങ്ങു പുനരെങ്ങു കിടപ്പിതോർത്ത. ശരിയല്ലേ? അർദ്ധരാത്രിയിലൊരു രാജ്ഞി പോലെ തിളങ്ങി നിന്ന പൂവ് 6 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ ആയപ്പോഴേക്കും വാടി കൊഴിഞ്ഞ് കിടക്കും. ഇത് ഒരു ഇല തന്നിട്ട് ആശാ ഇല നട്ടിട്ടാണിത് ഉണ്ടായത്. അതാ എന്റെ ഏതോ ഒരു സ്നേഹിതൻ തന്നതാണ്, പക്ഷെ ആരാണെന്ന് ഞാൻ ഓർക്കണില്ല. ഇല വെറുതെ വെച്ച് നട്ടതാണ്. അപ്പൊ ഈ ഇലയുടെ അഗ്രത്തുനിന്ന് തന്നെ വേര് വന്നോളും, നമ്മൾ ഈ കാണുന്ന പോലെ. പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിട്ടില്ലെന്നാണ് ആശ പറഞ്ഞത്. ഇത് മറ്റേ ഈ കള്ളിമുള്ളുണ്ടല്ലോ, കാക്ടസ്, ആ ഗ്രൂപ്പിൽ വരുന്ന ഒരു ചെടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളമൊഴിക്കാൻ മറന്നുപോയാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരേണ്ട കാര്യമില്ല. ഇതിന്റെ മൊട്ട് വളരെ വലുത്. ഇത് വിരിയുന്നതിന് മുമ്പ് വൈകുന്നേരം ഉള്ള ഒരു പിക്ചറാണ്. വിരിഞ്ഞു കഴിയുമ്പോൾ വളരെ വലിയ പൂ, വളരെ നല്ല മണം. വളരെ നല്ല മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ദൂരത്തേക്ക് അങ്ങ് പോകും, അത്രയ്ക്ക് നല്ല മണം. ഇത് ഇലയിൽ നിന്ന് ഈ തണ്ട് പോലെ തൂങ്ങിക്കിടക്കുകയാണ്, പക്ഷെ വെറുതെ തൂങ്ങിക്കിടക്കുകയല്ല. അഗ്രഭാഗം വന്നിട്ട് ഒരു സി പോലെ വളഞ്ഞ് നമ്മളെയൊക്കെ ഫേസ് ചെയ്താണ് ആ പൂ നിൽക്കുന്നത്. ഇലയിൽ നിന്ന് തന്നെ വേറെ ഇല വരാം, പൂമൊട്ടും ഇലയിൽ നിന്ന് തന്നെ, ഇലയിൽ തന്നെ ഒരുമാതിരി മുട്ട് പോലെ കാണുന്നില്ലേ, അതിൽ നിന്നും പൂമൊട്ടും വരാം. അപ്പൊ അങ്ങനെ വളരെ സുഗന്ധമുള്ള വെളുത്ത, രാത്രി മാത്രം വിടരുകയും രാവിലെ കൂമ്പുകയും ചെയ്യുന്ന ഒരു വലിയ പൂവ്, അതാണ് നിശാഗന്ധി. പിന്നെ ഇതിന് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ പറയുന്നു. നിശാഗന്ധി പൂത്താൽ ഐശ്വര്യം വരും എന്നൊക്കെ പറയും. നിശാഗന്ധി പൂത്തു കഴിഞ്ഞാൽ നിശാഗന്ധിയെ കാണാനായിട്ട് ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവും, അല്ലാതെ നമുക്ക് ഐശ്വര്യമൊന്നും വരില്ല. ശരിക്കും അത് കാരണവന്മാര് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഈ അർദ്ധരാത്രി ഉണർന്നിരുന്ന് ഇത് നിശാഗന്ധി പൂത്തോ ഇല്ലെന്ന് ആരായി നോക്കാൻ പോണേ. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ട് അത് ജയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ നിശാഗന്ധി പൂത്തു കഴിഞ്ഞാൽ ഗന്ധർവന്മാര് വരുമത്രേ. പണ്ടൊക്കെ ഈ സ്ത്രീകള് മണമുള്ള പൂവൊക്കെ മുടിയിൽ വെച്ച് നടക്കുമല്ലോ, അപ്പൊ ഗന്ധർവന്മാരൊക്കെ കറങ്ങിത്തിരിഞ്ഞ് വരുമായിരിക്കും. അപ്പൊ അതേമാതിരി സ്ത്രീകളൊന്നും ഇല്ലാതെ വെറുതെ ഗന്ധം കേട്ടാലും ഗന്ധർവന്മാര് വരുമായിരിക്കും. അപ്പൊ ആ രീതിയിലായിരിക്കും അത് പറഞ്ഞത്. പിന്നെ എനിക്കിത് മറ്റു ചില പൂക്കളുമായിട്ട് കൺഫ്യൂഷൻ വന്നു. ഉദാഹരണമായിട്ട് ബ്രഹ്മകമലം എന്നൊരു പൂവുണ്ടല്ലോ, നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, ബ്രഹ്മകമലം ശ്രീലകമാകിയ, ആ ഒരു പാട്ടിൽ പറയുന്ന ബ്രഹ്മകമലം അത് ഇതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഞാൻ നെറ്റ് നോക്കിയപ്പോ അത് വേറൊരു ഗ്രൂപ്പിൽ വരുന്ന ഫ്ലവറാണ്, ഈ കാക്ടസ് ഗ്രൂപ്പിൽ വരുന്നതല്ല. പിന്നെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ഈ കല്യാണ സൗഗന്ധിയം. ശരിക്കും ആ കല്യാണ സൗഗന്ധിയം ഒന്ന് ഓർമ്മ വന്നപ്പോഴേ എനിക്ക് നമ്പ്യാരുടെ ആ ഒരു പാട്ടാ ഓർമ്മ വന്നത്. എന്ത് രസകരമായിട്ടാണത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പാഞ്ചാലി ഈ പൂ വേണമെന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം ചാടി പുറപ്പെടുകയാണ്. അപ്പൊ അതിനെപ്പറ്റി പുറപ്പെടുന്ന ആ ഒരു സംഭവം കുഞ്ചനമ്പ്യാർ വിവരിക്കുന്നത്, യുദ്ധം പറഞ്ഞു ഗദയും എടുത്തുകൊണ്ടു ദാനവും ചെയ്തു ഗന്ധവാഹാത്മജൻ. അപ്പൊ അങ്ങനെ നമ്മുടെ ഭീമൻ ചാടി പുറപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അതിനെ കവി പരിഹസിക്കുന്നുണ്ടോ, പെണ്ണിന്റെ ജോൽ കേട്ടു ചാടിപ്പുറപ്പെട്ടു പൊണ്ണൻ മഹാഘോഷൻ, അയ്യോ മഹാജളൻ. മഹാഘോഷനാണ് ജളൻ. ജളൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ദബുദ്ധി എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ടേമാണത്. വീണ്ടും പരിഹാസം അവിടെ കൊണ്ട് തീർന്നില്ല. കണ്ട വസ്തുക്കളിൽ കാംക്ഷയുണ്ടായവൾ കൊണ്ടുവാ എന്നു കൽപ്പിക്കുകയും ശണ്ട കൂടിയിടുമെന്നോർത്തു ഭയപ്പെട്ടു മണ്ടിത്തുടങ്ങും മടങ്ങാതെ നിങ്ങളും. ശരിക്കും എന്ത് രസകരമായിരിക്കുന്നു. ആക്ച്വലി ഇപ്പോഴത്തെ പിള്ളേര് ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ട് അവിടെ ഏതാണ്ട് കുറെ ഇംഗ്ലീഷ് പോയംസ് ഒക്കെ പഠിക്കും. പക്ഷെ നമുക്ക് അത് എങ്ങനെയെങ്കിലും
പണ്ടാരം എങ്ങനെയെങ്കിലും ഒന്ന് ഹൃദിസ്ഥമാക്കിയാൽ പുസ്തകം അടച്ചു വെക്കാന്നുള്ളൊരു ഫീലാണ്. പക്ഷെ ഇതൊക്കെ അങ്ങനെയല്ല. നമ്മൾ പഠിച്ചിട്ട് ഞങ്ങളൊക്കെ ഇത് പാടി നടന്ന, ഞങ്ങൾ സ്കൂളിൽ പഠിച്ച പാട്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇത് പാടി നടന്ന ഒരു പാട്ടാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം ഇപ്പോഴത്തെ കുട്ടികളുടെ പഠിത്തവുമായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെട്ടല്ല പഠിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ പാടി പാടി നടന്ന പാട്ട്. അപ്പൊ നമ്മള് നിശാഗന്ധി പറഞ്ഞിട്ട് ഇപ്പോ കല്യാണ സൗഗന്ധികത്തിലോട്ട് കയറിപ്പോയി. അപ്പൊ അതങ്ങ് നമുക്ക് മറക്കാം. നിശാഗന്ധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പുഷ്പമാണ്, വളരെ മണമുള്ള പൂവാണ്. അർദ്ധരാത്രിയെ വിരിയുള്ളൂ, രാവിലെ ആകുമ്പോൾ പൂമ്പിപ്പോവും. ഒറ്റയായിട്ടാണ് ആ പൂവ് വരുന്നത്. അതായത് ഒരു ഞെട്ടിന്ന് ഒരു പൂവേ വരുന്നത്.